ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ശിവരാത്രി ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗോവയിലെ ശിവരാത്രി എങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കുറച്ചൊക്കെ കാണാം, അവിടുത്തെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ശിവരാത്രി ദിവസം എന്ന് പറയുമ്പോഴറിയാം, അന്ന് എല്ലാം വ്രതവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. കൂടുതലും ആൾക്കാർ വ്രതം പിടിക്കുന്ന ആൾക്കാരായിരിക്കും, ശിവരാത്രി വ്രതം പിടിക്കുന്നവരായിരിക്കും. അങ്ങനെ ഞാനും ശിവരാത്രി വ്രതമൊക്കെ പിടിച്ചിരുന്നു. അങ്ങനെ രാവിലെ കുളിച്ച് നേരെ അമ്പലത്തിലോട്ടാണ് പോയത്. ഈ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ മപ്സയിലെ ഗണേഷ്പുരി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗണപതി അമ്പലമാണിത് കേട്ടോ. ഗണേഷ്പുരി അമ്പലം എന്ന് തന്നെ ഇതിനറിയപ്പെടുന്നു. ആ സ്ഥലത്തിൻ്റെ പേരും അത് തന്നെയാണ്, ആ പേരിൽ തന്നെ അറിയപ്പെടുന്നത്. ഗണപതി ഭഗവാൻ മാത്രമല്ല കേട്ടോ, വലതു ഭാഗത്തായിട്ട് ശിവഭഗവാനും ഇടതുവശത്തായിട്ട് മഹാവിഷ്ണുവും ചേർന്ന് അങ്ങനെ 3 മൂർത്തികളുള്ള ഒരു അമ്പലമാണ്. ഇന്ന് ശിവരാത്രി ദിവസം ആയതുകൊണ്ടാണ് നമുക്കിവിടെ നേരിട്ട് അകത്ത് കയറി ശിവലിംഗത്തിൽ നമുക്ക് നേരിട്ട് പാലഭിഷേകമൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ മെയിനായിട്ട് നടത്തുന്നത് പാലഭിഷേകമാണ് കേട്ടോ. അപ്പോൾ ഈ ശിവരാത്രി ദിവസത്തെ മാത്രമല്ല നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ഇങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് പാലഭിഷേകം ചെയ്യാൻ പറ്റുന്നത്. ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മൾ കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ നിൽക്കുന്ന തിരുമേനിയാണ് അകത്ത് പാലൊഴിക്കുന്നത്. പിന്നെ ബാക്കി കുറച്ച് വരുമ്പോൾ പുറത്തൊരു ശിവലിംഗം ചെറുത് വെക്കുക, അതിനകത്ത് നമുക്ക് ഒഴിക്കാൻ പറ്റും. പിന്നെ ശിവരാത്രി ദിവസത്തിൽ പ്രത്യേകം പൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എന്നപ്പോഴത്തേക്കും പൂജയൊക്കെ തുടങ്ങിയിരുന്നു. ആദ്യം കുറച്ചൊരു പൂജ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ അവരുടെ കഴിയുമ്പോൾ വേറെ ആൾക്കാർ കയറും. അങ്ങനെയായിരുന്നു പൂജയൊക്കെ. പിന്നെ എന്ത് പൂജയാണെന്നുള്ളതിനെ പറ്റി എനിക്ക് അധികം അറിവില്ല കേട്ടോ. പിന്നെ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ ആയതുകൊണ്ട് അത്രയ്ക്കും ആൾക്കാരുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഉച്ചയാവും ഇവിടെ സാധാരണ ഉച്ചയാവും കേട്ടോ അമ്പലങ്ങളിൽ. നമ്മുടെ നാട്ടിലൊക്കെ എന്നാൽ രാവിലെയും വൈകിട്ടും മാത്രമേ, ഇവിടെ അങ്ങനെയല്ല, ഫുൾ ടൈം അമ്പലം ഓപ്പൺ ആയിരിക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്ന ഉച്ച സമയത്താണ്. അവരവരുടെ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയാവും അവിടെ വരാൻ. പിന്നെ അവിടെ നമ്മൾ പാലഭിഷേകം ചെയ്യുന്ന പാലെടുത്ത് അന്നേരം തന്നെ അവർ ചൂടാക്കി പഞ്ചസാര ഇലക്കൊക്കെ ഇട്ട് ചൂടാക്കിയിട്ട് അന്നേരം തന്നെ നമുക്ക് അവിടെ വരുന്നവർക്ക് എല്ലാവർക്കും അവിടുത്തെ പ്രസാദമായിട്ട് കൊടുക്കാറുണ്ട്. ശിവരാത്രി ദിവസത്തെ മാത്രം ഉള്ള പ്രത്യേകതയാണ് കേട്ടോ. അന്ന് എല്ലാവരും വ്രതമൊക്കെ ആയിരിക്കില്ല, അതുകൊണ്ട് രാവിലെ വരുന്നവർക്ക് ആ പാലൊക്കെ കൊടുക്കുന്നത്. ഇതാണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളും ഒക്കെ. ഇവിടെ പിന്നെ നമ്മൾ പ്രതിഷ്ഠയൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുക, അകത്തെ വീഡിയോയും ഫോട്ടോസും എല്ലാവരും എടുക്കും. ഇവിടെ അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നത് കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് പുറത്തായിട്ട് സർപ്പദൈവങ്ങളുടെ ഒരു പ്രതിഷ്ഠയും ഉണ്ട് കേട്ടോ, അമ്പലത്തിൻ്റെ സൈഡിലായിട്ട്. നമ്മുടെ നാട്ടിലെ കൂട്ട് തന്നെ കേട്ടോ, പുറത്തായിട്ട് സർപ്പദൈവങ്ങളുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ അവിടെയും ചെറിയ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയും പോയി തൊഴുതിട്ട് ഇതാണ് കാണാനായിട്ട് നമ്മുടെ അമ്പലം എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ ഫുൾ ഒരു വ്യൂ. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് മെയിനായിട്ട് ഗണപതി ഭഗവാന്റെ ഇല്ല. അപ്പോൾ ആ ഗണപതി ഭഗവാന് ചൊവ്വാഴ്ച ദിവസം മെയിനായിട്ട് പൂജയും കാര്യങ്ങളും, അന്നാണ് ആ തിരക്കും കൂടുതൽ കേട്ടോ. ആൾക്കാർ കൂടുതലും വരുന്നത് ആ ദിവസമാണ്. പിന്നെ തിങ്കളാഴ്ച ദിവസം എന്നാൽ ശിവഭഗവാൻ. ആ തിങ്കളാഴ്ച ദിവസം വരുമ്പോൾ അന്ന് ഞാൻ പറയില്ല പാലഭിഷേകം ചെയ്യും. ആ ഒരു ദിവസം മാത്രമേ ഉള്ളൂ പാലഭിഷേകവും പൂജയും കാര്യങ്ങളും. അങ്ങനെ ഓരോ ദിവസങ്ങളേ ഉള്ളൂ. തിങ്കളാഴ്ച ശിവഭഗവാന്, ചൊവ്വാഴ്ച ഗണപതി ഭഗവാൻ, അങ്ങനെ ഓരോ ദിവസം ഓരോ ദൈവങ്ങൾക്ക്. അങ്ങനെയാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇങ്ങനെയുള്ള പുതിയ പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.